ഒരുപാട് പദ്ധതികൾ, അതായത് വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തുന്ന ദിവസം കൂടിയാണ്. പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും നഗരസഭാ വികസന രേഖയും പ്രഖ്യാപിക്കും. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കൂടിയാണ് BJP തുടക്കം കുറിക്കാൻ പോകുന്നത്. ഹാൻസ് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസെ, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നൊരു ആവേശം BJP ക്യാമ്പിന് നിശ്ചയമായും ഉണ്ട്. ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായിട്ടുണ്ടോ? എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ ഹാൻസ്? സേതു, ഗുഡ് മോർണിംഗ്. തലസ്ഥാനം പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വേദി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം ആദ്യം വരുന്നത് ഇങ്ങോട്ടാണ്. ഇവിടെയാണ് എല്ലാ പരിപാടികളും നടക്കുന്നത്. 2 വേദികളിലായിട്ടാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് ഇന്ന് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. അതിൽ പ്രധാനമായിട്ടുമുള്ളത് വിവിധ ട്രെയിനുകളുടെ ഉദ്ഘാടനമാണ്. 3 അമൃത് ഭാരത് ട്രെയിനുകളാണ് ഇന്ന് പ്രധാനമന്ത്രി ഈ തിരുവനന്തപുരത്ത് വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഒപ്പം തന്നെ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചറിന്റെ ഉദ്ഘാടനവും ഉണ്ടാവും. ശേഷമായിരിക്കും അത് വേദി 1-ലാണ് ഈ പദ്ധതികളുടെ ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടാതെ മറ്റൊരു പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. ഇന്നോവേഷൻ ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഹബിന്റെ തറക്കല്ലിടൽ കർമ്മവും പ്രധാനമന്ത്രി നിർവഹിക്കും. ശേഷമായിരിക്കും പാർട്ടി പരിപാടിയിലേക്ക് പ്രധാനമന്ത്രി കടക്കുക. അവിടെ വെച്ചായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇനി 5 വർഷത്തേക്കുള്ള വികസന നയരേഖ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക. എന്തായാലും നഗരത്തിൽ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളിലും സജ്ജമാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ തലസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണ ഭാഗമായിട്ട് സജ്ജമാക്കിയിട്ടുള്ളത്. കൃത്യം 10:30 മണിക്ക് പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ എത്തും. മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാന വ്യക്തികൾ അല്ലെങ്കിൽ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. 10:45 ഇവിടെ ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത്. റോഡ് ഷോയോട് കൂടിയായിരിക്കും പ്രധാനമന്ത്രി പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തിച്ചേരുക. ശേഷമായിരിക്കും 11:20 വരെ, 10:45 മുതൽ 11:20 വരെ ഈ പറയുന്ന റെയിൽവേയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമായിരിക്കും പാർട്ടി പരിപാടിയിലേക്ക് കടക്കുക. സേതു.